അങ്ങനെ ഏറെ നാളുകളായി തമിഴകത്തു നിന്ന് വരുമെന്ന് സിനിമാ പ്രേമികൾ അടക്കം പ്രതീക്ഷിച്ചിരുന്ന ഒരു വാർത്ത ഇപ്പോഴിതാ വന്നിരിക്കുകയാണ്. ലക്ഷോപലക്ഷം ആരാധകരുള്ള സൂപ്പർ സ്റ്റാർഡത്തിന്റെ പട്ടികയിൽ നിൽക്കുന്ന മലയാളികളുടെ വരെ പ്രിയങ്കരനായ നടൻ ദളപതി വിജയ് സിനിമാ താരം എന്ന പട്ടം അഴിച്ചുവെച്ച് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോകുന്നുവെന്നതാണ് ആ വാർത്ത. കഴിഞ്ഞ ദിവസമാണ് താരം ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനം നടത്തിയത്. കഴിഞ്ഞ ദിവസം മുതൽ ആരാധകർ പടക്കം പൊട്ടിച്ചാണ് വിജയിയുടെ രാഷ്ട്രീയ പ്രവേശനം ആഘോഷിക്കുന്നത്. പക്ഷേ മലയാളികളായ സിനിമാ പ്രേമികൾക്ക് വിജയിയുടെ രാഷ്ട്രീയ പ്രവേശനം വലിയ വേദനയാണ് സമ്മാനിച്ചിരിക്കുന്നത്. എല്ലാവരും ദളപതിയുടെ രാഷ്ട്രീയ പ്രവേശനം ആഘോഷിക്കുകയാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ അഭിനയം, നൃത്തം, ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ, ഓഡിയോ ലോഞ്ച് എന്നിവ ഇനി മുതൽ ആസ്വദിക്കാൻ കഴിയില്ലല്ലോ എന്നുള്ള സങ്കടത്തിലാണ് ഒരു വിഭാഗം മലയാളികൾ അടക്കമുള്ള മറ്റു ഭാഷാ ആരാധകർ. രാഷ്ട്രീയത്തിൽ വിജയിയുടെ പ്രവേശനത്തോടെ മാറ്റം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ തമിഴ്നാട്ടിലെ ജനങ്ങൾക്കുണ്ട്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. പക്ഷേ സിനിമാ ലോകത്തിന് ഇനി എന്നേക്കുമായി ഒരു എന്റർടൈനറെ നഷ്ടമാവുകയാണ്. മോശം പ്രതികരണം ലഭിച്ച ഒരു വിജയ് സിനിമ പോലും കോടികളാണ് സമ്പാദിക്കുന്നത്. ഓരോ ദിവസം ചെല്ലുന്തോറും സ്റ്റാർ വാല്യൂവിന്റെ കാര്യത്തിൽ വിജയ് ഉയർന്നിട്ടേയുള്ളൂ. അതേസമയം പാർട്ടി പ്രഖ്യാപിച്ചുള്ള വിജയിയുടെ പ്രസ്താവനയിലെ ചില കാര്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത്. തന്റെ രാഷ്ട്രീയ യാത്രയെക്കുറിച്ച് വിജയ് പുറത്തിറക്കിയ പ്രസ്താവനയിൽ പേരിനൊപ്പമുണ്ടായിരുന്ന ജോസഫ് വിജയ് നീക്കം ചെയ്തതായി കാണാം. ഇതിന് വിജയിയുടെ പ്രസ്താവനകളെല്ലാം ജോസഫ് വിജയ് അല്ലെങ്കിൽ CJ വിജയ് എന്ന പേരിലായിരുന്നു. ജോസഫ് എന്ന നാമം താരം ഒഴിവാക്കി പ്രസിദ്ധീകരിച്ചിരിക്കുന്നതിന് പിന്നിൽ മതപരമായ സത്വം ഇല്ലാതാക്കി എന്നത് ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാണ് എന്നാണ് റിപ്പോർട്ട്. യാതൊരുവിധ നൂലാമാലകളും തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടാകരുതെന്ന തീരുമാനത്തിന്റെ ഭാഗവുമാകാം. അതുപോലെ പ്രസ്താവനയിൽ ഉൾപ്പെടുത്തിയ വിജയുടെ ഫോട്ടോയിൽ നെറ്റിയിൽ കുങ്കുമം പൊട്ട് കാണാം. ഇത് സംബന്ധിച്ചും വിജയ് ആരാധകരുടെ ഇടയിൽ ചർച്ച നടക്കുന്നുണ്ട്. പക്ഷെ പ്രസ്താവനയിലെ ഫോട്ടോ ലിയോ സക്സസ് മീറ്റിൽ വിജയ് പങ്കെടുത്തപ്പോഴുള്ളതാണ്. പാർട്ടി പ്രഖ്യാപിക്കാൻ വിജയ് ഫെബ്രുവരി 2 തന്നെ തിരഞ്ഞെടുത്തതിനെക്കുറിച്ചും പല കഥകൾ പ്രചരിക്കുന്നുണ്ട്. യേശുക്രിസ്തുവിന്റെ ജനനത്തിനു ശേഷം 40 ദിവസം ഉപവസിച്ച മാതാവ് ഫെബ്രുവരി 2-ാം തീയതി കുട്ടിയെ ദൈവത്തിന് സമർപ്പിച്ച് വിശുദ്ധയായി തീർന്ന ദിവസമായാണ് ക്രിസ്ത്യാനികൾ ഫെബ്രുവരി 2-നെ കാണുന്നതെന്നും അതുകൊണ്ടാണ് വിജയ് ആ ദിവസം തന്നെ തിരഞ്ഞെടുത്തതെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇതിൽ എത്രത്തോളം സത്യമുണ്ടെന്നത് വ്യക്തമല്ല. തമിഴക വെട്രി കഴകം എന്നാണ് പാർട്ടിയുടെ പേര്. ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കം അംഗങ്ങളാണ് രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്യാൻ മുൻകൈ എടുത്തത്. രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിനു ശേഷമാണ് പാർട്ടിയുടെ പേര് പ്രഖ്യാപിച്ചത്. പാർട്ടി ആരംഭിക്കുന്നതിനോടൊപ്പം തന്നെ ഒരു മൊബൈൽ ആപ്പും പാർട്ടി പുറത്തിറക്കും. ഈ ആപ്പിലൂടെ ജനങ്ങൾക്ക് പാർട്ടി അംഗമാകാൻ സാധിക്കും. 1 കോടി ആളുകളെ പാർട്ടി അംഗമാക്കാനാണ് ആദ്യഘട്ടത്തിൽ ലക്ഷ്യമിടുന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.